നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത് നമ്മുടെ മമ്മൂക്കായെ കുറിച്ചാണ്. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. 1992 നടന്ന ഒരു ഇന്റർവ്യൂ, അത് ദുബായിൽ അവരൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്ന സമയത്ത് എടുത്ത ഇന്റർവ്യൂ ആണ്. വളരെ യാദർശികമായാണ് ആ വീഡിയോ എനിക്ക് കിട്ടിയത്. എനിക്കൊരു ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് അത്. അത് ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കണം. കാരണം ഒരുപാട് തവണ ഒരു പക്ഷേ ഈ വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പലരും കണ്ടു മറന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ച്, ഒന്നുകൂടി നിങ്ങളെ ചാനൽ കൂടി കാണിച്ചാൽ അത് വളരെ നന്നായിരിക്കും എന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ കമന്റുകളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം, പ്രചോദനം. അടുത്ത വീഡിയോ ചെയ്യണമെങ്കിൽ അങ്ങനെ കമന്റുകൾ വേണം. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതിനോടൊപ്പം ഒന്ന് രണ്ട് ചാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഒരു ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റൊരു ചാനൽ അടുത്ത് വരാൻ പോവുകയാണ്. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. എന്നെ എനിക്ക് വേണ്ട സപ്പോർട്ടുകൾ നൽകി എന്നെ പ്രോത്സാഹിപ്പിക്കും. 1992 അബുദാബിയിൽ വെച്ച് നടന്ന ഈ ഇന്റർവ്യൂവിൽ നമ്മൾ കാണാൻ പോകുന്നത്, ഇന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ പലരുടെയും മുഖങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം കൊച്ചിൻ ഹനീഫ, സൈനുദ്ദീൻ, അങ്ങനെ ഒട്ടനവധി പേര് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. വളരെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോ തന്നെയാണ് അത്. അന്നത്തെ കാലത്ത് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു അത്ഭുതകരമായ ഒരു കേസായിരുന്നു. അന്ന് ഇത് വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് എന്ന് ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു അദ്ദേഹം എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ, എൻ്റെ പ്രേക്ഷകൻ എനിക്ക് അയച്ചു തന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഒരുപാട് നമ്മളെ വിട്ട് പിരിഞ്ഞ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോയിൽ വന്നു പോകുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം.
സിനിമയ്ക്ക് മുമ്പ് സിനിമയുടെ പുറത്തുനിന്ന് സിനിമയെ കാണുകയും സിനിമയിൽ വന്നതിന് ശേഷം സിനിമ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ആ രണ്ട് വ്യത്യാസങ്ങളും തമ്മിൽ താങ്കള് നല്ല ആഴത്തിലൊക്കെ പറയാനായിട്ടുള്ള സമയമില്ലെന്നോ. അതല്ല, സിനിമ പുറത്തുനിന്ന് കാണുന്ന പോലെ എല്ലാ അകത്ത് കയറി കഴിഞ്ഞാൽ. കാരണം ഈ സിനിമയുടെ പുറത്ത് കാണുന്ന നമ്മുടെ കാലത്തുള്ള സിനിമ വേറെയാണല്ലോ. സിനിമ അന്ന് കാണുമ്പോൾ ഇതൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അത്ഭുതമല്ല, ശരി തന്നെ. കാരണം നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. ഇന്ന് ജനങ്ങൾക്കും വലിയ അത്ഭുതമല്ല സിനിമ. കാരണം സിനിമ ജനങ്ങളിലേക്ക് ഇറങ്ങി എന്നുള്ളത് കൊണ്ട് സിനിമയുടെ ആ ഒരു ഭയങ്കരമായ സിനിമയുടെ ഒരു രഹസ്യം പുറത്തായി. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരുവിധം സാധാരണ കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങോട്ട് ദഹിക്കാത്തൊരവസ്ഥയായി. സിനിമയുടെ ഒരു എന്താ പറയുക, അപ്രാപ്യതമായി. ഇപ്പം ആർക്കും സിനിമ കാണാം, സിനിമ ഷൂട്ടിങ് കാണാം, എന്ത് വേണേലും. വളരെ അതിൻ്റെ ഒരു തോട് പൊളിച്ച ഒരവസ്ഥയാണ് സിനിമയ്ക്ക്, മലയാള സിനിമയുടെ ഒരവസ്ഥ. ഒരു പരിധിവരെ വേണമെങ്കിൽ സിനിമ ക്വാളിറ്റി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വേറെ ഒരുപാട് തരത്തിലുള്ള കുഴപ്പങ്ങളോ കാരണങ്ങളുണ്ട്. ഇതിൻ്റെ പ്രൈവസി, സിനിമയുടെ പ്രൈവസി ഉണ്ട്. നമ്മുടെ പ്രൈവസി അത് പോട്ടെ, അതെല്ലാവരും പോകും. സിനിമയുടെ ഒരു പ്രൈവസി, അതിൻ്റെ ഒരു അതെന്താണെന്ന് ആളുകൾ പല സാധനങ്ങളും നമുക്ക് ആളുകളുടെ മുമ്പിൽ വെച്ചെടുക്കുന്നത് കൊണ്ട് അവരെ വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് വളരെ നേരിട്ട് കാണുന്നതുകൊണ്ട് അതിൻ്റെ ആസ്വാദ്യത നഷ്ടപ്പെടുന്നു. അതിപ്പോൾ ഞാൻ നിങ്ങൾ വന്ന കഥ കണ്ടതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ മതി. വരാൻ പോകുന്ന സിനിമ ഇപ്പോൾ ഫാസിലിൻ്റെ സിനിമയുണ്ട്, അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. പിന്നെ ഫാസിലിൻ്റെ തന്നെ ഒരു തമിഴ് പടമുണ്ട്, മലയാളം പടമുണ്ട്. ഇപ്പോൾ കിഴക്കൻ പത്രോസ് ഇറങ്ങാനുണ്ട്, മഹാനഗരം ഫാസിലിൻ്റെ മലയാളം പടം കഴിഞ്ഞ ഒരു ഭരതൻ്റെ പടം, അങ്ങനെ ഒരു പിന്നെ ഹിന്ദി പടത്തിൻ്റെ ഷൂട്ടിംഗ് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ അതിറങ്ങും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രോഗ്രാംസ്. ഈ സന്ദർശനത്തോട് കൂടിയിട്ട് യുഎയിൽ വെച്ച് വല്ല ഷൂട്ടിംഗ് ഒന്നുമില്ല. അങ്ങനെ ഒരു മൺമറഞ്ഞു പോയ ഒരുപാട് മുഖങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അന്നത്തെ സൗന്ദര്യവതികളായ നടീനടന്മാരെ നമുക്ക് ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഈ വീഡിയോ. ശോഭനയൊക്കെ എന്ത് നല്ല സൗന്ദര്യമാണ്. അതുപോലെ എല്ലാ ആണുങ്ങളും ഓരോ കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച ഇവരെ ഒരുമിച്ച് കാണാൻ ഈ ഒരു അവസരം നമുക്ക് കിട്ടി. എല്ലാവരും സന്തോഷമായി കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗൾഫ് മലയാളികളെ കുറിച്ച് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫ് മലയാളികൾക്ക് ഇപ്പോഴും അവരുടേതായ മലയാളിത്വം അതുപോലുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോയിട്ടില്ല. അവരുടെ മനസ്സിന് അങ്ങനെ ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകമൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഇവിടെ ജീവിക്കുന്ന ആളുകളാണ്. വേറെ ഒരുപാട് തരത്തിലുള്ള കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ തന്നെ ആളുകളും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഇപ്പോഴും സ്വന്തമാണ്. എന്നാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ആരാധകരെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല ഇത് ബുദ്ധിമുട്ടാണ്. അവർ ചോദിക്കുന്നുണ്ട് ബുദ്ധിമുട്ടായി അല്ലേ എന്ന്. അവർക്ക് തന്നെ അറിയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കുറച്ചൊക്കെ അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് വേണമല്ലോ. പിന്നെ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകളല്ലേ, കലാകാരന്മാർ, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് സിനിമയിൽ വരാനും ഒക്കെ ആഗ്രഹിക്കുന്നു. ഗൾഫിൽ നിന്ന് സിനിമയിൽ വരാനുള്ള ആൾക്കാർ പലരും അബദ്ധത്തിൽ ചാടാറുണ്ട്. അവരോട് എന്താ നിങ്ങൾക്ക് ഉപദേശിക്കാനുള്ളത്? അതായത് അവര് സിനിമ എന്ന് പറയുന്ന ഒരു ഭ്രമിച്ച് സിനിമയ്ക്ക് എടുക്കാൻ പോകരുത്. സിനിമയെ പറ്റി മനസ്സിലാക്കി, സിനിമ എന്താണെന്ന് അറിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ ഉള്ളുകളികളൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ പോയി പെട്ടാൽ അവർക്ക് ഒന്നും ദോഷം വരില്ല. അല്ലാതെ ഒരു ഭ്രമത്തിൻ്റെ പുറത്ത് സിനിമ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അബദ്ധമാവും. അഭിനയിക്കാനും മറ്റ് സാങ്കേതികമായിട്ട് ചുമ്മാ ഇവിടെ നിന്ന് ഗൾഫിൽ ഒരു ജോലി ചെയ്ത് പിന്നെ അവിടെ പോയിട്ട് സാങ്കേതികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നെന്ന് പറഞ്ഞാൽ പരിചയസമ്പന്നരായ ആളുകൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കും. പക്ഷേ ഇതിനകത്തൊരു പരിചയം ആവശ്യമാണ്. ഇവിടെ അത്ര പരിചയം വെച്ചുകൊണ്ട് സിനിമ എടുക്കുന്നത് ബുദ്ധിയല്ല. അഭിനയിക്കാൻ പിന്നെ പരിചയമൊന്നും വേണ്ട, അഭിനയിക്കാനുള്ള കഴിവുണ്ടായാൽ മതി, അതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവിടെ നിന്നൊരു ജോലിയുടെ ഒരു ഒഴിവിൽ അവിടെ വന്നൊരു അഭിനയം നടത്തുക എന്ന് പറഞ്ഞാൽ അതും സാഹസം. അവസാനം പിന്നെ അതുമില്ല ഇതുമില്ലാതായി. താങ്കള് മറ്റ് വിവിധ സിനിമകളുണ്ടല്ലോ, മറ്റേ ഇന്ത്യക്ക് പുറത്തുള്ള ലോക സിനിമകളിലെ നല്ല കലാകാരന്മാരെ കുറിച്ച് മനസ്സിലാക്കുകയും അവരുടെ അഭിനയ സിദ്ധികളിൽ നിന്ന് താങ്കൾ എന്തെങ്കിലും ഉൾക്കൊള്ളാൻ അങ്ങനെ ഒരു ആളുകളുടെ സിദ്ധി അവരുടെ ഒരു സ്റ്റൈലൊന്നും നമുക്ക് അഡോപ്റ്റ് ചെയ്യണമെന്നില്ല. അവര് സ്റ്റൈലല്ല, അത് നമുക്ക് അവരുടെ സിറ്റുവേഷൻസ് ഒന്നും നമുക്കുണ്ടാവില്ല. അവരുടെ സിനിമയിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഒരു അഡാപ്റ്റേഷൻ അല്ല. പിന്നെ എല്ലാവരും കരയുന്നതും ചിരിക്കുന്നതൊക്കെ ഒരുപോലെ തന്നെ. മറ്റ് വലിയ ആർട്ടിസ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫഷനിൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് അവർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇത് അച്ചീവ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും. ഉള്ളി ഇൻസ്പിറേഷൻ.